ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? വമസായിഹു യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഒരു നാട്ടിൽ അതാ രണ്ടാമത്തെ മനുഷ്യനാരാ? ഈ മനുഷ്യന്മാരില്ലാതെ വന്നാൽ ആ നാട്ടിൽ ദുരന്തമുണ്ടാകുമെന്നാണ്. രണ്ടാമത്തെ വിഭാഗമാരെന്നറിയുമോ? പ്രായമുള്ളവരാണ്. ഇങ്ങനെയുള്ള പ്രായമുള്ളവര് തെറ്റ് കണ്ടാൽ തിരുത്താത്ത, നന്മ പറഞ്ഞു കൊടുക്കാത്ത പ്രായമുള്ള ആൾക്കാർ ഒരു നാട്ടിലില്ലാതെ വന്നാൽ ദുരന്തമുണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ, പ്രിയമുള്ളവരെ, പ്രായമുള്ള ഒരുപാട് പേരെന്ന് എല്ലാ നാടുകളിലുമുണ്ട്. അവർക്ക് അർഹതയില്ല, തിരുത്തി കൊടുക്കാറില്ല, നന്മ ഉപദേശിക്കാറില്ല. കണ്ണിന്റെ മുന്നിൽ എത്ര വലിയ അനാചാരങ്ങൾ നടന്നാലും, എത്ര വലിയ വൃത്തികേടുകൾ നടന്നാലും അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാനെന്ന് പ്രായമുള്ളവരില്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അംഗീകാരമാണ്. പറയണം, തിരുത്തി കൊടുക്കണം. അത് സാഹചര്യത്തിലാകട്ടെ, എത്ര വലിയ സാഹചര്യത്തിലാകട്ടെ. സയ്യിദുനാ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. എന്ന് പറയുന്ന മജൂസിയുണ്ടല്ലോ, സംഘടത്തിയ കടാര കുത്തിയിറക്കിയിട്ടു കുടൽമാല താഴെ വീണു. വായിലൂടെ ഒഴിക്കുന്ന വെള്ളം തന്റെ കുടലതാ വയറ് കീറിയിട്ട് വെളിയിലേക്ക് പോകുകയാണ്. ആനായി ഉമർ തങ്ങളെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ എല്ലാവരും അവിടെ വന്ന് സമാധാനിപ്പിക്കുകയാണ്. ആ സമയമുണ്ടല്ലോ, ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. ാഹുവിന്റെ ചാരത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറയുന്നു, ഖലീഫ, എന്തിനാ നിങ്ങൾ കരയുന്നത്? നിങ്ങൾ ആരായിരുന്നു ഉമറ്? അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ പോയ മനുഷ്യനാണ്, നബിയുടെ തലയെടുക്കാൻ പോയ മനുഷ്യനാണ്. അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയല്ലോ. നബിയെ കാണാ, നബിയുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്യാ, മുത്തുനബിയുടെ പുറകെ നിസ്കരിക്കാ, ആ മുത്തുനബി ഇഷ്ടപ്പെടുന്ന മനുഷ്യനാകാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ ഉമറ്? നിങ്ങൾക്ക് ഖലീഫയാകാൻ കഴിഞ്ഞില്ലേ ഉമറ്? ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത മനുഷ്യനാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഉമറ്. എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? സക്കറാത്തിന്റെ അവസ്ഥയിലെ മരണത്തോട് കടന്ന് മല്ലടിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് കുളിർമഴ പെയ്യുന്നത് പോലെ ഒരുപാട് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാ. നിങ്ങൾക്ക് ഷഹീദിന്റെ കൂലിയാണ് നമസ്കാരിക്കാൻ പള്ളിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ വിപത്ത് സംഭവിച്ചത്. അതുകൊണ്ട് ഒരിക്കലും ഭയപ്പെടണ്ട, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ചെറുപ്പക്കാരൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് നടന്നു പോവുകയാണ്. അവിടെ നിന്ന് തിരിച്ച് നടന്നു പോകുമ്പോ ഒരു കാഴ്ച കാണുകയാ. തന്റെ കണ്ണിന്റെ മുന്നിൽ ഒരു തെറ്റ് കണ്ടു. ചെറുപ്പക്കാരൻ വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് നടന്നു പോകുമ്പോ നിങ്ങളുണ്ടല്ലോ വയറിങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ്. ഒരു കൈ ഇങ്ങനെ താഴ്ത്തി പിടിച്ചു. എന്നിട്ട് വിളിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ വസ്ത്രമുണ്ടല്ലോ ശരിയാണിക്ക് താഴെ കിടക്കുകയാണ്. നീ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ ശരിയാണിക്ക് താഴേക്ക് താഴ്ന്നു കിടക്കുകയാ.
അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമല്ല മോനെ. വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നത് അഹങ്കാരിയുടെ അടയാളമാണ്. അഹങ്കാരിയുടെ അടയാളമാണ്. ഒരു കടുകുമണിയുടെ അളവ് അഹങ്കാരമുള്ളവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹുവിന് വെറുപ്പുള്ള കാര്യമാ. നിന്റെ വസ്ത്രം ഒന്ന് മുകളിലേക്ക് ഉയർത്തി വെക്കടാ. ഇതെപ്പോഴാ പറഞ്ഞതെന്നറിയുമോ? ോട് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് വാപ്പാ നീ എന്തേ ഉപദേശിക്കാത്തത്, തെറ്റിതിരുത്താത്തത്? നീ നിന്റെ വീട്ടിലെ കാരണവനാണല്ലോ. നിങ്ങളുടെ കുടുംബക്കാരെ മുഴുവനും ബഹുമാനിക്കുന്ന ഒരു മനുഷ്യരാ. നിന്റെ കുടുംബത്തിൽ എന്തെല്ലാം വൃത്തികേടുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് അനാചാരങ്ങൾ നടക്കുന്നുണ്ട്. നിന്റെ കൊച്ചുമക്കളുടെ വിവാദം കടന്നു വരുമ്പോ എന്തെല്ലാം പേക്കൂത്തുകളാണ് വാപ്പാ. ഇസ്ലാമിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാ, സമുദായത്തിന് നാണം കെടുത്തുന്ന പ്രവർത്തനങ്ങളാ. ഗാനമേള നടത്തുന്നവരുണ്ട്, പടക്കം പൊട്ടിക്കുന്നവരുണ്ട്, റാലി നടത്തുന്നവരുണ്ട്. മോശമായ രീതിയിൽ സമുദായത്തിന് പേരുദോഷം കൽപ്പിക്കുന്ന രീതിയിൽ എന്റെ കുടുംബത്തിന്റെ അകത്ത് എന്തെല്ലാം വൃത്തികേടുകൾ നടക്കുന്നുണ്ട്. അത് പ്രതികരിക്കാൻ കഴിയാത്തത്, പാപമാണെന്ന് പറയാൻ കഴിയാത്തത്, തിരുത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് വാപ്പാ? അല്ലാഹു നിന്നോട് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണല്ലോ. മക്കളുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, കുടുംബത്തിലെ പല ചെറുപ്പക്കാരുമുണ്ടല്ലോ. അവർക്ക് തെറ്റിതിരുത്തി കൊടുക്കേണ്ട ബാധ്യത നിനക്കുണ്ട്. നീ തിരുത്താറില്ല. വിചാരിക്കുന്നത് അവരും അല്ലാഹുവും തമ്മിൽ തീർക്കട്ടെ. നിങ്ങൾ അങ്ങനെ കരുതാൻ പാടില്ല. ഈ നാട്ടിലെ പ്രായമുള്ള ഉമ്മമാരോട് പറയുകയാണ്, തെറ്റ് കണ്ടാ തിരുത്തണേ ഉമ്മ. അവർക്ക് നീ നന്മ പറഞ്ഞു കൊടുക്കൂ, നന്മ പറഞ്ഞു കൊടുക്കൂ. ഉസ്താദേ, ഞങ്ങൾ പറഞ്ഞാൽ അവരനുസരിക്കില്ലല്ലോ, കളിയാക്കുമല്ലോ. ബാപ്പാ നീ പേടിക്കുന്നത് അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. കളിയാക്കട്ടെ, പരിഹസിക്കട്ടെ, നാണം കെടുത്തട്ടെ, ഒരിക്കലും പതറാ പാടില്ല. കണ്ണിന്റെ മുന്നിൽ ഒരു തെറ്റ് കണ്ടാ കൊടുത്താൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? കുടുംബത്തില് കണ്ണിന്റെ മുന്നില് ഒരു തെറ്റ് നടക്കുന്ന സമയത്ത് ആ തെറ്റ് തിരുത്തി കൊടുത്താൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം അറിയുമോ? പ്രായമുള്ള ആൾക്കാര് നാട്ടിലെ ചെറുപ്പക്കാർക്ക് പേടിയ കാരണം എന്തെങ്കിലും തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നില്ല. കണ്ണിന്റെ മുന്നിൽ തന്റെ കുടുംബത്തിൽ തന്നെ എന്തെല്ലാം വൃത്തികേടുകൾ നടക്കുമ്പോ തിരുത്തണം. എത്ര വാപ്പമാരാവുള്ള, എത്ര പേരെ തിരുത്തി കൊടുക്കണം? ആർക്ക് സമയമില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തിരുത്തി കൊടുക്കണം. ആ ജോലി അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ്. അത് അല്ലാഹു നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. നാട്ടിലെ പ്രായമുള്ള വാപ്പയും ഉമ്മയും തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ മുഹമ്മദ് മുസ്തഫ. ഇത് നിങ്ങളുടെ ജോലിയാ, പള്ളിയിലെ ഖത്തീബിന്റെ മാത്രം ജോലിയല്ല. ഇത് നിന്റെ ജോലിയാ. കണ്ടാ തിരുത്തണം, അവന് നന്മ പറഞ്ഞു കൊടുക്കണം. മുടി വളർത്തിയിട്ട് നടക്കുന്നവനെ വിളിച്ചിട്ട് പറയണണ്ടാ മോനെ നല്ലതുപോലെ നടക്കടാ, ഇത് പാപമാടാ, ഇത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാടാ, മലക്കുകളുടെ ശാപം കിട്ടുന്ന കാര്യമാടാ, ഇത് പറഞ്ഞു കൊടുക്കാൻ വാപ്പാ നിനക്ക് അർഹതയുണ്ട്, നീ പറഞ്ഞു കൊടുക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ പലരും പറയത്തില്ല, ഓ അബൂബക്കറിന്റെ മോൻ അങ്ങനെ നടന്ന എനിക്കിവിടെ എന്താ? നമ്മൾ സ്വന്തം കാര്യം ശ്രദ്ധാവ് അങ്ങനെയല്ല, തിരുത്തി കൊടുക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കണം, ഉസ്താദ് ഇത് പറഞ്ഞ അവരനുസരിക്കത്തില്ല, അവർ നമ്മളെ കളിയാക്കട്ടെ, പാപ്പ നിനക്കെന്താ വേണ്ടത്? നീ നിന്റെ ജോലി നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്ത് തിരുത്തണമെന്ന് പറഞ്ഞ തിരുത്തണം. തിരുത്തി കൊടുത്ത അല്ലാഹു തന്നെ പ്രതിഫലം കേൾക്കും. ഇത് കേട്ടിട്ട് തീരുമാനിക്കൂ വേണോ വേണ്ടയോ എന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. തന്റെ കണ്ണിന്റെ മുന്നിൽ തന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടാ തിരുത്തി കൊടുക്കണം. അങ്ങനെ തിരുത്തി കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്, കണ്ണിന്റെ മുന്നിൽ പാപങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ, ദീനിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ തിരുത്തി കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ?
അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് രണ്ടാമതും സൂറത്ത് കാഹളത്തിൽ ഓതുമ്പോൾ അകത്ത് നിന്ന് എഴുന്നേറ്റ് എല്ലാവരും പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാണ്. കബർ പൊളിച്ചിട്ട് കബറിന്റെ അകത്ത് കിടക്കുന്നവർ മുഴുവനും നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് പള്ളിയുടെയും പണിയുടെയും കഴുതയുടെയും പിൻതാരങ്ങളിൽ കൊണ്ടുകുത്തി വെച്ച് കിടന്ന് കിടന്ന കുഷ്ഠരോഗിയെ പോലെ വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തില് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ സഹായിക്കാറില്ലാത്ത കോടതിയോടല്ലോ. അപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടപ്പറപ്പോ കൂട്ടുകാരോ കുടുംബക്കാരോ ഒരു മനുഷ്യനെ തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ കോടതിയുണ്ടല്ലോ. ആ കോടതിയിൽ നമ്മളെല്ലാവരും എങ്ങനെ നിൽക്കുമ്പോ ആകവേ ഉടുതുണിയില്ല, ശരീരത്തിൽ ഒരു നൂൽബന്ധം പോലുമില്ല, വസ്ത്രം ധരിക്കാതെ ചെരുപ്പ് ധരിക്കാതെ ചെമ്പിന്റെ തറയിൽ മുകളിൽ സൂര്യൻ നിൽക്കുകയാണ്. പരലോകത്തെ റബ്ബിന്റെ മുന്നിൽ വിയർപ്പിന്റെ അകത്ത് നിന്ന് അല്ലാഹുവേ വിളിക്കുന്ന സമയമുണ്ടല്ലോ. യാ വൈലതാ യാ ഹസ്രതാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് എല്ലാവരും സ്വന്തം കാര്യം നോക്കിയിട്ട് ലോകത്ത് കിടന്ന് നെട്ടോട്ടമോടുമ്പോ കണ്ണിന്റെ മുന്നിൽ തെറ്റ് കണ്ടപ്പോൾ തിരുത്തി കൊടുത്ത ഈ നാട്ടിലെ പ്രായമുള്ള ഉപ്പമാര്, നാട്ടിലെ പ്രായം ചെന്ന ഉമ്മമാര്, അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? തെറ്റ് കണ്ടാ തിരുത്തി കൊടുത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാ. അല്ലാഹുവേ തെറ്റ് കണ്ടപ്പോൾ തിരുത്തി കൊടുത്ത മനുഷ്യ അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാണ്. ഉമ്മമാരെ അടുത്തേക്ക് അല്ലാഹു വിളിക്കുകയാ. അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാഹു പറയുകയാ, വയദഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, കണ്ണിന്റെ മുന്നിൽ തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ തിരുത്തി കൊടുത്ത മുസ്ലിമേ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തടയുകയും ചെയ്ത നിങ്ങൾ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ അല്ലാഹു പറയുകയാ, വയദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്. നിങ്ങൾക്ക് വിചാരണയില്ല, എവിടെയും ചോദ്യം ചെയ്യലില്ല. കാണുന്ന സ്വർഗമുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നു പൊക്കോ എന്ന് പറഞ്ഞിട്ട് നാളെ നിങ്ങളെ കടത്തിവിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നാളെ അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോ ചില പ്രായമുള്ള വാപ്പാനെ ഉമ്മാനെ വിളിച്ചിട്ട് പറയും, പൊക്കോ സ്വർഗത്തിൽ, പൊക്കോ ഒരു രക്ഷ വേണ്ടല്ല, ചോദ്യമില്ല, വിചാരണയില്ല, എന്തിന്റെ പേര്? ഈ നാട്ടിലെ ചെറുപ്പക്കാര് തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ, നിന്റെ ഭാര്യ മക്കളും നിന്റെ കുടുംബക്കാരും തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തതിന് അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തെറ്റ് കണ്ട തിരുത്തേണ്ട ജോലി ഈ നാട്ടിലെ പ്രായമുള്ളവരുടെ ബാധ്യതയാണ്. അങ്ങനെയുള്ള വാപ്പമാരില്ലാതെ വന്ന ഭൂകമ്പം മാത്രമല്ല വേറെ എന്തുമുണ്ടാകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള വാപ്പമാരില്ല, ഇല്ലേ? അങ്ങനെയുള്ള വാപ്പമാരിന്ന് ഇല്ലാതെ വന്നിരിക്കുന്നു. അങ്ങനെയുള്ള വാപ്പമാരിന്ന് പ്രായമുള്ള ഒരുപാട് പേരുണ്ട്, പക്ഷെ ഉപദേശിക്കാനുള്ള അർഹത ഇല്ലാതെ പോയിരിക്കുന്നു.
ഒരുപാട് പ്രായമുള്ളവരുണ്ട്. പക്ഷെ ആ പ്രായമുള്ളവർക്ക് തെറ്റ് തിരുത്തി കൊടുക്കാനുള്ള അർഹതയില്ലാതെ പോയി. അത് നിന്റെ കയ്യിലിരിപ്പാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഭൂമിയിൽ ദുരന്തമുണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കുകയും നന്മ ഉപദേശിച്ചു കൊടുക്കണം. മോനെ, ഇങ്ങനെ നടക്കുന്നത് ശരിയല്ല, ഇങ്ങനെ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമല്ല, നന്മകൾ പറഞ്ഞു കൊടുക്കുക, നന്മകൾ ചെയ്യിപ്പിക്കുക. അങ്ങനെയുള്ളവരില്ലാതെ വന്നാൽ വിപത്തുകൾ ഉണ്ടാകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മൂന്നാമത്തെ വിഭാഗം. സമയം 11 മണി കഴിഞ്ഞു. നിർത്താറായോ? പറ, നിർത്താറായോ? ബോറടിച്ചു തുടങ്ങി. പറ. എനിക്ക് ഒരെണ്ണം കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരുന്നാ പറയാമില്ലെങ്കിൽ എന്ത് വേണം പറയണമെന്നുള്ളവരൊക്കെ അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. ആ പൊക്കിയ കൈ ഒന്ന് പോക്കറ്റിലിട്ടെ. ആ ഉയർത്തിയ കൈയുടെ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് ഒരു നല്ല സദഖ നല്ല കാര്യത്തിന് ബക്കറ്റ് ഇട്. എല്ലാവരും ആ ഉയർത്തിയ കൈയുടെ പോക്കറ്റിൽ കൈയിട്. എന്നിട്ടൊരു പൈസ എടുക്കുമ്പോൾ നിയ്യത്ത് ചെയ്യണം. എന്ത്? അല്ലാഹുവേ സദഖയുടെ പ്രതിഫലം അസ്സദഖത്തു റത്തുൽ ബലാ. സദഖയുടെ പ്രതിഫലം വിപത്തുകളെ തട്ടി മാറ്റാൻ സദഖ